ഹലോ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ലാസ്റ്റ് സബ്ഷെൽ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് 3p ആൻഡ് ദർ ആർ 3 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്. റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലാസ്റ്റ് സബ്ഷെൽ 3p ആണെന്നും അതിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടെന്നുമാണ്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം അല്ലേ? 1s 2s 2p 3s 3p എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതേപോലെ എഴുതുമ്പോൾ ഓൺലി കണ്ടീഷൻ എന്താണ്? 3p ആകണം ലാസ്റ്റ് സബ്ഷെൽ ആൻഡ് ദർ ഷുഡ് ബി 3 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്. നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p3 വരെ വരും. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ഇറ്റ്സ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ഗ്രൂപ്പ് കണ്ടെത്താനായിട്ട് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ബ്ലോക്കിലാണ് ഫിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കണം. ലാസ്റ്റ് 3 ഇലക്ട്രോൺസ് ഫിൽ ചെയ്തിരിക്കുന്നത് പി ബ്ലോക്കിലാണ്. പി ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് പി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് നിറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ കൂടെ 12 കൂടി കൂട്ടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഗ്രൂപ്പ് കിട്ടുള്ളൂ. പിയിൽ നമുക്കറിയാം 3 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. 3 + 12 ആണ് ഗ്രൂപ്പ് നമ്പർ 15. ആൻഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഷെല്ല്. നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം അല്ലേ? 1 അല്ല 2 അല്ല 3 തേർഡ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തേർഡാണ് ഏറ്റവും വലിയ ഷെല്ല്. പീരീഡ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ വലിയ ഷെല്ലാണ്. നമുക്ക് പീരീഡ് എന്ത് എഴുതാം? 3 എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ആറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് 19. ക്വസ്റ്റ്യൻ: റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഐഡൻറ്റിഫൈ ഇറ്റ് ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് ആൻഡ് ഓക്സിഡേഷൻ നമ്പർ, റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബ്ലോക്ക്. നമുക്കിവിടെ ആ ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ 19 ആണെന്ന്. 19 വരുന്ന രീതിയിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 4s1. നമുക്ക് ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ 2 + 2 + 6 + 2 + 6 + 1 കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19 കിട്ടണം. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറഞ്ഞു ഏത് ബ്ലോക്കിലാണോ ഫൈനൽ നമ്മുടെ ഇലക്ട്രോൺ വന്ന് നിറയുന്നത്. ഇവിടെ എസ് ബ്ലോക്കിലാണ് അല്ലേ നിറഞ്ഞത്. എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ആണോ വന്ന് നിറഞ്ഞത് ആ ഇലക്ട്രോൺ നമ്പർ ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ്. നമുക്കിവിടെ എസ് ബ്ലോക്കിൽ 1 ഇലക്ട്രോൺ ആണ് അവസാനം ഫില്ല് ചെയ്തത്. ഗ്രൂപ്പ് നമ്പർ വിൽ ബി 1. ആൻഡ് പീരീഡ് പറഞ്ഞു ഏറ്റവും വലിയ ഷെല്ലാണെന്നല്ലേ. ഇവിടെ ഏറ്റവും വലിയ ഷെൽ ഏതാ? 4th ഷെല്ലാണ്. പീരീഡ് വിൽ ബി 4. ആൻഡ് ബ്ലോക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിറയുന്നത് ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്കിലാണ്. ബ്ലോക്ക് വിൽ ബി എസ്. ആൻഡ് ഓക്സിഡേഷൻ നമ്പർ നമ്മുടെ ബ്ലോക്ക് നോക്കിയിട്ട് വേണം നമ്മൾ ഓക്സിഡേഷൻ നമ്പർ പറയാൻ. എസ്സിന് നമുക്കറിയാം 2 തരം ഓക്സിഡേഷൻ നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ? +1 ആൻഡ് +2. എസ്സിൽ ഇവിടെ ലാസ്റ്റ് 1 ഇലക്ട്രോൺ ഫില്ല് ചെയ്തതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ നമ്പർ വിൽ ബി +1. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്കിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എഴുതിയാൽ മതി. നമുക്ക് ഹൈ ആറ്റോമിക് റേഡിയസ്, എസ് ബ്ലോക്കിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഹൈ ആറ്റോമിക് റേഡിയസ്. നമുക്ക് അവിടെ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ അവിടെ എന്ത് എഴുതിയാൽ മതി? ഹൈ ആറ്റോമിക് റേഡിയസ് എന്ന് എഴുതിയാൽ മതി. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ: 2 compounds of Fe are given, FeCl2 and FeCl3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl2. FeCl2ൽ Feൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താനാണ്. നമുക്കറിയാം ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന്. ഒരു കോമ്പൗണ്ടിൽ ടോട്ടൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. നമുക്കിവിടെ ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? 1 അല്ല 2 ഉണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ടോട്ടൽ എത്രയാവും?
2 ആവും. അതാണ് ഞാൻ താഴെ ഇവിടെ എക്സ് പ്ലസ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് എഴുതിയത്. 2 ക്ലോറിൻ ഉള്ളത് കൊണ്ടാണ്. സോ എക്സ് പ്ലസ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാമല്ലേ, സിമ്പിൾ മാത്സ് ആണ്. പ്ലസ് 2 എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 2 മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 അല്ലേ? സോ നമ്മുടെ എഫിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? പ്ലസ് 2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe3+. Fe3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സോ നമുക്ക് Fe3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ ആദ്യം Feൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. നമുക്കറിയാം അയണിൻ്റെ ആറ്റോമിക് നമ്പർ 26 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 1s2 2s2 2p6 3s2 3p6 4s2 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ Fe3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 3+ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു എന്നാണ്. സോ ഈ 3 ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് പോവുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ്. നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ല് നമ്മൾ Feൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4s2 ആയിരുന്നു. സോ 4s2വിൽ നിന്ന് 2 ഇലക്ട്രോണും 3d6ൽ നിന്ന് 1 ഇലക്ട്രോണും പോകും. ആൻഡ് ദ ഫൈനൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 1s2 2s2 2p6 3s2 3p6 ആൻഡ് 3d5. ഇതിലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? നമുക്കറിയാലേ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏത് ഗ്രൂപ്പ് തൊട്ട് ഏത് ഗ്രൂപ്പ് വരെയാണ്? ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അവർ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നുള്ളത്. സോ എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലും നമുക്കറിയാം അല്ലേ. ഇപ്പോൾ 4s, ഇവിടെ എഫിൻ്റെ കേസിൽ 4s ആയിരുന്നു. ആ 4sഉം അതിൻ്റെ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലും, 4sൻ്റെ തൊട്ട് ബാക്കിലുള്ളത് ആരായിരുന്നു? ഡി സബ്ഷെല്ലായിരുന്നില്ലേ? സോ ആ ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ ചെറുതാണ്. സോ ചില കണ്ടീഷൻസിൽ നമ്മുടെ ഈ ഡി സബ്ഷെൽ കൂടി എന്തിൽ പങ്കെടുക്കും? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. സോ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലും പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ ചെറുതാണ്. സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് എന്ത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു കൺസെപ്റ്റ് നേരെ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. Fourth question, the subshell electronic configuration of X2+ ion is 1s2 2s2 2p6 3s2 3p6. Find the atomic number of the element X. What is the block to which the element belongs? So first question എന്താണ്? ഫൈൻഡ് ദ ആറ്റോമിക് നമ്പർ ഓഫ് എലിമെൻറ്റ് എക്സ്. എക്സ് എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ കണ്ടെത്താൻ നമുക്ക് X2+ അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ X2+ അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ അതിൽ 18 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. നമുക്ക് എക്സ് എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പറാണ് വേണ്ടത്, എക്സ് ആണ് വേണ്ടത്. സോ ഈ 2+ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആ 18ൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ 18 + 2 വിൽ ഗീവ്സ് 20. സോ ആ ഒരു എലമെൻറ്റ് എക്സിൻ്റെ ആറ്റോമിക് നമ്പർ എന്തായിരിക്കും? 20 ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ബ്ലോക്ക് ടു വിച്ച് ദ എലമെൻറ്റ് ബിലോങ്സ്? ഏത് ബ്ലോക്കിലാണ് ആ ഒരു എലമെൻറ്റ് ഉള്ളത്? അപ്പോൾ നമുക്ക് ബ്ലോക്ക് കണ്ടെത്തണമെങ്കിലും ഗ്രൂപ്പ് കണ്ടെത്തണമെങ്കിലും പീരീഡ് കണ്ടെത്തണമെങ്കിലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ്. സോ X20 ആയ എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 1s2 2s2 2p6 3s2 3p6 ആൻഡ് 4s2. സോ നമുക്ക് ഇതിന്ന് പറയാലോ, ഏത് ബ്ലോക്കിലായിരിക്കും? എസ് ബ്ലോക്കിലായിരിക്കും നമ്മുടെ ഈ ഒരു എലമെൻറ്റ് ഉണ്ടാവുക.
Fifth question, given subshell electronic configuration of an element is argon 3d5 4s1. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഹൗ മെനി ഷെൽ ദ ഇലക്ട്രോൺസ് ആർ ഓക്യുപ്പൈഡ്. എത്ര ഷെല്ലിലാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഏറ്റവും വലിയ ഷെൽ എത്രാമത്തെ നമ്പറാണ്? 4 ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 4 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് 4s കാണുമ്പോൾ, ലാസ്റ്റ് 4s അല്ലേ, 4s കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? എസ് എന്ന് എഴുതി വയ്ക്കും. ബട്ട് ആക്ച്വലി നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിറയുന്നതനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആദ്യം 1s, പിന്നെ 2s, 2p, 3s, 3p, 4s, 3d. സോ 4s കഴിഞ്ഞിട്ടാണ് ആരെന്നറിയുക? 3d എന്നറിയുക. സോ ഡി സബ്ഷെല്ല്, എസ് സബ്ഷെല്ല്, 4s സബ്ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞിട്ടേ ആരെന്നറിയുള്ളൂ? 3d എന്നറിയുള്ളൂ. സോ നമ്മൾ ഇവിടെ ഏത് സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തു എന്ന് നമ്മൾ പറയണം? ഡി സബ്ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തത്. വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദ എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? നമുക്കറിയാം അല്ലേ, ആർഗൺ ഗ്രൂപ്പ് 18 ഉള്ള എലമെൻ്റാണ് ആർഗൺ. ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 18 ആണ്. ആ 18 പ്ലസ് 5 പ്ലസ് 1, സോ 18 പ്ലസ് 6 വിച്ച് ഗീവ്സ് 24. സോ ആ ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 24 ആണ്. ഡി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക. ഈ ഡി സബ്ഷെല്ലാണ് ലാസ്റ്റ് വന്ന് നിറഞ്ഞു നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഡി സബ്ഷെല്ലിൽ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ ഇത് ഡി ബ്ലോക്ക് ആയിരിക്കും. ഡി ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക? ഡി ബ്ലോക്കിൽ എത്ര നിറഞ്ഞോ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് നിറഞ്ഞോ ആ 2 ഇലക്ട്രോൺസിൻ്റെ സമ്മാണ് എന്ത്? ഗ്രൂപ്പ് നമ്പർ. സോ ഡി ബ്ലോക്കിൽ അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഇവിടെ നിറഞ്ഞിട്ടുണ്ട്? 5 ഇലക്ട്രോൺസ് നിറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൻഡ് ഇവിടെ എസ് സബ്ഷെല്ലിലോ 1 ഇലക്ട്രോൺ നിറഞ്ഞിട്ടുണ്ട്. സോ 5 പ്ലസ് 1 ഇത് ഡി ബ്ലോക്കിൻ്റെ മാത്രം പ്രോപ്പർട്ടീസാണ് കേട്ടോ. ഡി ബ്ലോക്കിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക? ഡി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ പ്ലസ് അതിൻ്റെ തൊട്ട് മുന്നത്തെ എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. സോ ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 6 ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? The two subshell electronic configuration of chromium is given. ഫസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2. And second electronic configuration 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ റീസൺ ടു സെലക്ട് ദ സെക്കൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സെക്കൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ മോർ സ്റ്റേബിൾ. അതായത് നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിൽ മാക്സിമം കൊള്ളുന്നത് എത്ര ഇലക്ട്രോൺസ് ആണ്? 10 ഇലക്ട്രോൺസ് ആണ് അല്ലേ. സോ ഫസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഡി സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്തത്. സെക്കൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഡി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്തത്. സോ 5 എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ആണ് അല്ലേ. ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് മോർ സ്റ്റേബിളാണ്. സോ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ നിങ്ങളോട് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ മോർ സ്റ്റേബിൾ. ഇതേപോലെ തന്നെ ക്രോമിയവും ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു എലമെൻറ്റും, അതായത് കോപ്പർ 29, ആറ്റോമിക് നമ്പർ 29 ഉള്ള കോപ്പറും ഇങ്ങനെയൊരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CuCl and CuCl2 are the two compounds of copper.
ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ കോപ്പർ അയൺസ് ഇൻ ഈച്ച് കോമ്പൗണ്ട്. ഓരോ കോമ്പൗണ്ടിലുള്ള കോപ്പർ അയൺസ് കണ്ടെത്തുക. സോ CuCl Cu ഏത് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക? Cu പ്ലസ് ആയിട്ടാണ് ഉണ്ടാവുക. കാരണം ഇവിടെ ക്ലോറിൻ ഒന്നേ ഉള്ളൂ. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം -1 ആണെന്ന്. അപ്പോൾ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? പ്ലസ് ആയിരിക്കും. ഇൻ CuCl2 ആകുമ്പോഴോ ഇവിടെ 2 ക്ലോറിൻ ഉണ്ട് അല്ലേ? ഒരു ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആകുമ്പോൾ 2 ക്ലോറിനെയും കൂടി കോമ്പീറ്റ് ചെയ്യാനായിട്ട് കോപ്പർ ഏത് സ്റ്റേറ്റിൽ നിൽക്കണം? Cu2+ സ്റ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ Cu2+ അയണായിട്ട് നിൽക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ വാലൻസി ഓഫ് കോപ്പർ ഇൻ ദീസ് കോമ്പൗണ്ട്. ഈ 2 കോമ്പൗണ്ട്സിലും കോപ്പറിൻ്റെ വാലൻസി. ഇപ്പോൾ Cu+ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലേ? Cu+ൽ കോപ്പറിൻ്റെ വാലൻസി എന്താണ്? +1ഉം Cu2+ൽ കോപ്പറിൻ്റെ വാലൻസി +2 ആയിരിക്കും. തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Cu3+ അയൺസ്. സോ Cu3+ അയൺസിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. നമുക്ക് Cu3+ എഴുതണമെങ്കിൽ നമുക്ക് Cuൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം അല്ലേ? Cu29 ആണ്. ഞാൻ പറഞ്ഞു കോപ്പറിനും നേരത്തെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. സോ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കൂ. 1s2 2s2 2p6 3s2 3p6 3d10 4s1. ആക്ച്വലി 3d9 4s2 എന്നാണ് വരിക. പക്ഷേ നമ്മൾ ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ആയി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ട് എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് വരും. സോ 3d10 4s1 ആവും. ആൻഡ് Cu3+ ആവുമ്പോൾ നമുക്കറിയാമല്ലേ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അതായത് എസിൽ നിന്ന് 1ഉം ഡിയിൽ നിന്ന് 2ഉം. അപ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d8. ഡി സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് കോപ്പർ. കോപ്പറിൻ്റെ ഗ്രൂപ്പും പീരീഡും കണ്ടെത്തുക. സോ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നമ്മൾ പറഞ്ഞു ഡി സബ്ഷെല്ലാണ് ഫൈനൽ നമ്മുടെ ഇലക്ട്രോൺസ് നിറയുന്നതെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോൺസും പ്ലസ് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള എസിലുള്ള ഇലക്ട്രോൺസും കൂടി കൂട്ടിയാൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. സോ ഇവിടെ കോപ്പറിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 10 + 1 ദാറ്റ് ഈസ് 11. അടുത്തത് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാർജസ്റ്റ് ഷെല്ല് അല്ലേ? സോ ഇവിടുത്തെ ലാർജസ്റ്റ് ഷെല്ല് ഏതാണ്? 4th ഷെല്ലാണ്. സോ പീരീഡ് വിൽ ബി 4 ആൻഡ് ഗ്രൂപ്പ് വിൽ ബി 11. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സാധാരണയായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ബ്ലോക്കുകളുടെ നമുക്കറിയാമല്ലേ 4 ബ്ലോക്കുകളുണ്ട്. SPDF ഈ 4 ബ്ലോക്കിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ, പീരീഡ് കണ്ടെത്താൻ, ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ചോദിക്കുക. പിന്നെ വാലൻസീസ്. സോ ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ്, ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ, വാലൻസീസ്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. നിങ്ങൾ കുറേ എലമെൻറ്റ്സ് എടുത്ത് നോക്കുക. ആ എലമെൻറ്റ്സിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്ന് നേരെ മനസ്സിലാവുള്ളൂ. സോ ഐ ഹോപ്പ് ദാറ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു.